നമസ്കാരം. കിഡ്സ്ക്രാഫ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അനന്യ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ഒരു ക്രാഫ്റ്റ് ഐറ്റം ആയിട്ടാണ്. എന്താണെന്ന് വെച്ചാൽ ട്രാൻസ്ഫോമിംഗ് നിഞ്ച സ്റ്റാർ. നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും, കാർട്ടൂൺസിനകത്തൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ മാത്രമല്ല ഈ സിനിമകളിലൊക്കെ ഇങ്ങനെ സ്പിന്നർ പോലെ ഇങ്ങനെ എറിയുന്നൊരു സാധനം ഉണ്ടല്ലോ, ബ്ലേഡും കൊണ്ട് ഉണ്ടാക്കുന്നത്. അപ്പം അത് ഭയങ്കര ഹാംഫുൾ ആണ്. പക്ഷെ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അതിൻ്റെ ചെറിയൊരു വെർഷനാണ് പേപ്പറും കൊണ്ട്. അപ്പോൾ ഇതുണ്ടാക്കാൻ നമുക്ക് ആവശ്യമുള്ളത് 2 കളർ പേപ്പറാണ്, പിന്നെ ഒരു കത്രിക. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. സോറി, ഒരു കാര്യം പറയാൻ വിട്ടുപോയി. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ താഴെയുള്ള ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിന് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും. മാത്രമല്ല, വീഡിയോ മുഴുവനായിട്ട് കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി താഴെ രേഖപ്പെടുത്തുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഈ 2 പേപ്പറിൽ നിന്നും കൂടെ 8 സ്ക്വയർ പീസസ് കട്ട് ചെയ്തെടുക്കണം. ഒരു പേപ്പറിൽ നിന്ന് 4 എണ്ണം വീതം. അതിൻ്റെ അളവെന്ന് വെച്ചാൽ 9x9 ആണ്. അപ്പോൾ നമുക്കിനി അത് ചെയ്യാം. പേപ്പറിൽ നിന്ന് 8 പീസസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇനി അതിനകത്ത് നിന്ന് ഓരോ കളറിലെയും ഓരോരോ പീസസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഈ ഒരു പീസ് ഇതുപോലെ 2ആയിട്ട് മടക്കാം. ഓക്കെ, ഇതുപോലെ മടക്കി. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ മടക്കാം, അതായത് 4ആയിട്ട്. മടക്കി. ഇനി ഇത് തുറന്നിട്ട് ഈ കോണോട് കോൺ ചേർത്ത് വെക്കാം. ഇപ്പം നമ്മൾ ഇങ്ങനെ മടക്കി. ഇനി ഇത് ഒരിക്കൽ കൂടി ഇങ്ങനെ മടക്കാം. നമ്മൾ മടക്കി. ഇപ്പം നമ്മളിത് തുറന്ന് ഇനി ഈ റോക്കറ്റൊക്കെ മടക്കുന്നത് പോലെ ഇതുപോലെ മടക്കണം. ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ ഇപ്പുറത്തെ സൈഡും ഇതുപോലെ മടക്കാം. ഇനി ഇതാ 2ആയിട്ട്. ഓക്കെ, ഈ സൈഡിൽ പതുക്കെ ഒന്ന് അകത്തോട്ട് പുഷ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ വരും. നമുക്കിപ്പോൾ ഈ ഒരു സൈഡ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമ്മളിത് മടക്കി വെക്കുന്ന സൈഡാണ്. ഓക്കെ, ഇപ്പോൾ ദാണ്ടെ ഇതുപോലെ ഒരു എന്താ പറയുക, ഒരു ഡയമണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇതേപോലെ ഈ 8 പീസ് നമുക്ക് മടക്കിയെടുക്കാം. ഇപ്പം ഞാൻ നേരത്തെ മടക്കിയതുപോലെ തന്നെ ഈ 8 പീസസ് മടക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരുമിപ്പിച്ച് ജോയിൻ ചെയ്തെടുക്കാം. ആദ്യം ഞാൻ ഒരു പിങ്ക് എടുത്തു. ഇതാണ് അതിൻ്റെ ഒരു രീതി. കാരണം ഇവിടെ ഓപ്പൺ അല്ലാത്ത സൈഡും ഇത് ഓപ്പൺ ആയ സൈഡുമാണ്. ഇതിൻ്റെ അടിഭാഗത്താണെങ്കിൽ 2 സൈഡ് ഓപ്പൺ ആണ്. ഒരു സൈഡ് ഓപ്പൺ അല്ലാത്ത, ഒരു സൈഡ് ഓപ്പൺ ആയ സൈഡാണ് നമ്മൾ ഇങ്ങനെ പിടിക്കേണ്ടത്. എന്നിട്ട് അടുത്ത ഒരു ബ്ലൂ പീസ് എടുത്ത് ഇതേ രീതിയിൽ പിടിച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്കോട്ട് കയറ്റി വെക്കണം. എന്നിട്ട് ഇതിൻ്റെ ഈ ബാക്കിയുള്ള തുമ്പ് ഇതിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ വെക്കണം. ഇപ്പം ദാണ്ട് അതിങ്ങനെ നീങ്ങുന്നുണ്ട്. അപ്പം ഇങ്ങനെയാണ് നമുക്ക് നീങ്ങേണ്ടത്. ഇത് ഓരോന്നും ഇതുപോലെ ചെയ്തെടുക്കാം.
ഇതാണ് ഈ നിഞ്ച സ്റ്റാറിൻ്റെ ആദ്യത്തെ ഫോം. അപ്പോൾ ഇത് ഒരു ഗാർലറ്റ് പോലെ നിൽക്കുന്നുണ്ട്. ഇനി രണ്ടാമത്തെ ഫോം കാണിക്കാം. ഈ ഓരോ സൈഡും പതിയെ ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി. ആദ്യം ചെറിയൊരു ടൈറ്റ്നെസ് കാണും, അത് നമ്മളിപ്പോൾ ഉണ്ടാക്കിയോണ്ടാണ്, ബട്ട് പിന്നീട് അത് മാറിക്കോളും. ഇതാണ് രണ്ടാമത്തെ ഫോം. അപ്പം ഇതുപോലെ തന്നെ ഞാൻ വേറെ 2 എണ്ണം കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ വളരെ പെട്ടെന്ന് 2 പീസ് പേപ്പറും കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ട്രാൻസ്ഫോമിങ് നിഞ്ച സ്റ്റാർ ഇവിടെ റെഡിയായി. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മുടെ സ്ട്രെസ് പകുതി കുറയുമെന്നാണ് ഞാൻ പലയിടത്തും വായിച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് മൈൻഡ് റിലാക്സ് ആക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് ഇത്. അതുകൊണ്ട് തീർച്ചയായും നിങ്ങൾ ഉണ്ടാക്കിയത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നിഞ്ച സ്റ്റാറിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ പുതിയൊരു ഐറ്റവുമായി ഞാൻ എത്തുന്നത് വരെ ബൈ.